തെറ്റ് ചെയ്യാത്ത ആരുമില്ല. എന്നാൽ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാതെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചാൽ മാത്രം പോരാ, കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടുകയും കൂടി വേണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്കൊരുമിച്ച് അതുതന്നെ ചിന്തിക്കാം. കുറ്റബോധമാകുന്നു അനേകരുടെയും ആരോഗ്യ പ്രശ്നം. ചെയ്യരുതാത്ത പലതും ചെയ്തു പോയ കുറ്റം, ചെയ്യേണ്ട പലതും ചെയ്യാതെ പോയ കുറ്റം. ഇന്ന് കുറ്റബോധത്തിൽ നരകിക്കുകയല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന കുറ്റബോധം ഏറെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വിഷയമാകുന്നു ഇത്. ദൈവമക്കളായി തീർന്നു എന്ന് അവകാശപ്പെടുന്ന അനേകരും കുറ്റബോധത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം പ്രാപിച്ചിട്ടില്ല എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ്. അങ്ങനെ ഭാരപ്പെടുന്നവർക്ക് ഏറെ സഹായകരമായിട്ടുള്ളതാണ് സങ്കീർത്തനത്തിലെ പശ്ചാത്താപ സങ്കീർത്തനങ്ങൾ. അവയിൽ നാം സാധാരണ കാണുന്നത് സങ്കീർത്തനക്കാരൻ തൻ്റെ വേദനയുടെ ഭയാനകത്വവും പാപം ഏറ്റുപറയുന്നതും പാപക്ഷമ പ്രാപിച്ചു എന്ന് ഗ്രഹിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും ദൈവത്തോട് പങ്കുവയ്ക്കുന്നതാണ്. മനഃപൂർവ്വമായി കുറ്റമേറ്റു പറയുമ്പോൾ ദൈവം പൂർണ്ണമായി ക്ഷമിച്ച് അതിനോട് പ്രതികരിക്കുന്നു എന്നതിൽ സങ്കീർത്തനക്കാരൻ ആനന്ദിക്കുകയാണ്. ദൈവത്തോട് പ്രതികരിക്കുന്നതിൽ പാപം ഏറ്റുപറഞ്ഞിട്ടുള്ളവർ പിന്തുടർന്ന ചില പടികൾ വളരെ ശ്രദ്ധേയമാണ്. നമുക്കും പിന്തുടരുവാൻ സാധിക്കുന്ന ചില ഉന്നതമായ പടികൾ. ഒന്ന്, ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞിട്ടുള്ളവർ അവരുടെ പാപപ്രകൃതത്തെയും തെറ്റ് ചെയ്യുവാനുള്ള പ്രവണതയെയും അംഗീകരിച്ചിരുന്നു. പാപപ്രകൃതത്തെയും തെറ്റ് ചെയ്യുവാനുള്ള പ്രവണതയെയും. രണ്ട്, പാപം എന്നതിനാൽ ദൈവത്തോടുള്ള മറുതലിപ്പാകുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. മൂന്ന്, തങ്ങളുടെ പാപത്തെ ദൈവം കാണുന്ന ഗൗരവത്തിൽ കണ്ട് അവർ പാപം ഏറ്റുപറഞ്ഞു. നാല്, ക്ഷമിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ അവർ ആശ്രയിച്ചു. അഞ്ച്, അവർ ദൈവത്തിൻ്റെ പാപക്ഷമ അംഗീകരിച്ചു. അതെ, സന്തോഷമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അനുവർത്തിക്കേണ്ട 5 പടികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒക്കെ നേർച്ച കാഴ്ചകൾ കഴിച്ചും ശരീരത്തെയോ മനസ്സിനെയോ ദണ്ഡിപ്പിച്ചും ആർക്കും പാപക്ഷമയുടെ ആനന്ദം ആസ്വദിക്കുവാനാകില്ല. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ അനുഭവം നമുക്ക് ഇന്ന് ചിന്തിക്കാം. അവൻ ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ദൈവത്തോട് അവൻ അനുസരണക്കേട് കാണിച്ചു. ആ കുറ്റബോധം ഉള്ളിൽ അടക്കി ജീവിക്കുവാൻ അവൻ ശ്രമിച്ചു. എന്നാൽ അത് സാധിച്ചില്ല. അവൻ്റെ അനുഭവം തന്നെ 32-ാം സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത് നമുക്ക് ചിന്തിക്കണം. ഇന്ന് 31-ാം സങ്കീർത്തനത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. 31-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. 31-ൻ്റെ 9 മുതൽ 32-ാം സങ്കീർത്തനം മുഴുവനും നമുക്കൊരുമിച്ച് പഠിക്കാം. ആ ഭാഗം എടുത്താട്ടെ. നാം 31-ാം സങ്കീർത്തനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 31-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. ഇത് കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലിൻ്റെ പ്രാർത്ഥനയാകുന്നു എന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 32-ാം സങ്കീർത്തനവും നമുക്ക് പഠിക്കണം. 31-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. അതേ സുഹൃത്തെ, താങ്കൾ ഇന്ന് കഷ്ടതയിലാണോ? മറ്റുള്ളവരോട് ആവലാതി പറയുന്നതിന് പകരം എന്തുകൊണ്ട് താങ്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുകയില്ല? യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു എന്ന് നീ പറയുക. ദാവീദ് അതത്ര ചെയ്തത്. 15-ാം വാക്യം നോക്കിക്കാട്ടെ. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് വളരെ മനോഹരമായൊരു പ്രസ്താവനയാണ്. അനേകം ആളുകൾ
കൈനോട്ടക്കാരുടെയും ലക്ഷണം പറയുന്നവരുടെയും ഒക്കെ അടുത്ത് പോകുന്നു. നമ്മുടെ ഭാവി അവരുടെ കൈകളിലല്ല ഇരിക്കുന്നത്. ദാവീദ് പറയുന്നു, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു ദൈവമേ. നമ്മുടെ സമയം ക്രിസ്തുവിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. അവൻ അത് വളരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നവനാണ്. അവൻ്റെ കരങ്ങളിൽ എൻ്റെ പാപം എനിക്ക് കാണുവാൻ കഴിയും. അതെ, അവ ഒരു ഇടയൻ്റെ മൃദുലമായ കരങ്ങളാണ്. അവൻ ഒരു നഷ്ടപ്പെട്ട ആടിനെ എടുത്ത് തൻ്റെ തോളിലിട്ടു. എൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം അവൻ്റെ കരങ്ങളിലാണിരിക്കുന്നത്. ഭാവിയിൽ ഒരു ദിവസം അവൻ അനുഗ്രഹവുമായി വരുന്നു. അവൻ്റെ കരങ്ങൾ അന്ന് അനുഗ്രഹം പകരും. എൻ്റെ കാലഗതികൾ അവൻ്റെ കൈകളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അടിയൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ, നിൻ്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. അടിയൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഒരു എബ്രായ വ്യാഖ്യാതാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ മുഖം അവൻ്റെ അഭിഷിക്തനായ മശിഹ ആകുന്നുവെന്ന്. ദൈവം ആത്മാവാകുന്നു. അവൻ എങ്ങനെ ആയിരിക്കുന്നുവെന്നോ എങ്ങനെ ചിന്തിക്കുന്നുവെന്നോ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നോ എനിക്കറിഞ്ഞുകൂടാ. അവൻ ആത്മാവാകുന്നു. എന്നാൽ പിതാവിനെ നമുക്ക് കാണിച്ചു തരുവാൻ കർത്താവായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അവൻ ദൈവത്തിൻ്റെ മുഖമാണ്. അവനിൽ കൂടി നാം ദൈവത്തെ അറിയുന്നു. അതെ, ഒരു അമ്മ തൻ്റെ ചെറിയ മകളെ ഒരു മുറിയിൽ കൊണ്ടുപോയി ഉറക്കുവാൻ കട്ടിലിന്മേൽ കിടത്തി. അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുട്ടി കരയുവാൻ തുടങ്ങി. അമ്മ അവളോട് പറഞ്ഞു, നീ ഉറങ്ങിക്കൊള്ളുക മകളെ, ദൈവം അവിടെ നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞു, ആ കാര്യം എനിക്കറിയാം, എന്നാൽ മുഖമുള്ള ഒരാളെയാണ് എനിക്ക് ആവശ്യമെന്ന്. അതേ സുഹൃത്ത്, നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരാളിനെയാണ് ആവശ്യം. ഈ ഭൂമിയിലായിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ് നാം എല്ലാം. നമ്മോടുകൂടെ മുഖമുള്ള ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമാണ്. മുഖമുള്ള ഒരു ദൈവമാണ് നമുക്ക് ആവശ്യം. അതത്രേ യേശുക്രിസ്തു. എത്ര മനോഹരമായ ഒരു ചിന്തയില്ലേ? 19-ാം വാക്യം നോക്കാം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദൈവത്തിൻ്റെ നന്മ എത്ര വലിയതാകുന്നു. ദൈവം എത്ര നല്ലവനാകുന്നു എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 107-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും അപ്പനമ്മമാരെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചും അയൽക്കാരെക്കുറിച്ചും മേലുദ്യോഗസ്ഥരെക്കുറിച്ചും തങ്ങളുടെ അച്ഛനെക്കുറിച്ചും എല്ലാം പറയുവാൻ ജനങ്ങൾ താല്പര്യപ്പെടുന്നതായി നാം കാണാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയുവാൻ അനേകരും തയ്യാറാകാറില്ല. ഇതല്ലേ വാസ്തവം? അതെ, ദൈവം എത്ര നല്ലവനാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകും. ഇന്നും ദൈവം നല്ലവനായി നമ്മോട് ദയ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ നാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. അവൻ നമ്മോട് ദയ കാണിക്കുന്ന ദൈവമാണ്. ഇനി നമുക്ക് 32-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഒരു ബുദ്ധി ഉപദേശ സങ്കീർത്തനമാണിത്. ദാവീദിൻ്റെ ഒരു ധ്യാനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ആത്മീകമായ ഉപദേശം കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഇത് ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒന്നാകുന്നു. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും, എങ്കിലും കുറേ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. 35-ാം വാക്യത്തിൽ ഇങ്ങനെ തുടർന്ന് പറയുന്നു, എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. ദാനിയേൽ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ഭാവിയിൽ വരുവാനിരിക്കുന്ന കഷ്ടതയെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്.
മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന് 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അഥവാ ഗ്രഹിച്ചു കൊള്ളട്ടെ എന്നർത്ഥം. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതായ ആ മ്ലേച്ഛത അവർ കാണുമ്പോൾ അവർ തങ്ങളുടെ ജീവരക്ഷയ്ക്കായി ഓടേണ്ട സമയമാകുന്നു എന്നത്രേ നമ്മുടെ കർത്താവ് പറയുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്താകുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. അതെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ മഹാപീഡന കാലത്തെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. 13 അധ്യായത്തിൽ 2 മൃഗങ്ങളെക്കുറിച്ചും വരുവാനിരിക്കുന്ന ലോകഭരണത്തെക്കുറിച്ചും ഇപ്രകാരം നാം വായിക്കുന്നു: ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ, അതിൻ്റെ സംഖ്യ 666. ഈ സംഖ്യയുടെ അർത്ഥം എന്താകുന്നു എന്നും എനിക്കറിയില്ല. ഒരിക്കൽ ദൈവം തൻ്റെ ജനത്തിന് താൻ തന്നെ അത് വെളിപ്പെടുത്തും. 32 സങ്കീർത്തനം ബുദ്ധി ഉപദേശത്തിൻ്റെ സങ്കീർത്തനമാണ്. ഭാവിയിലെ ഒരു ദിവസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ജനത്തിനുള്ള ബുദ്ധി ഉപദേശം. ഇപ്പോൾ ഇത് നമുക്ക് നൽകുന്ന ഉപദേശമാണ്. അനുതാപത്തിൻ്റെ സങ്കീർത്തനമെന്നും 32 സങ്കീർത്തനത്തെ വിളിക്കാറുണ്ട്. ദാവീദിൻ്റെ അനുതാപമാണിതിൽ കാണുന്നത് എന്നത്രേ പറയാറുള്ളത്. എന്നാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശ്രദ്ധിക്കണം, 51 സങ്കീർത്തനമാണ് ദാവീദിൻ്റെ അനുതാപ പ്രാർത്ഥന. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് ചെന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം ദാവീദ് അനുതാപത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ ദാവീദ് പാപക്ഷമയ്ക്കായി യാചിക്കുന്നു. 32 സങ്കീർത്തനം പാപക്ഷമ ലഭിച്ചതിൻ്റെയും പൂർണ്ണമായി യഥാസ്ഥാനപ്പെട്ടതിൻ്റെ അനുഗ്രഹവും രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ്. വീണ്ടും പറയട്ടെ, 32 സങ്കീർത്തനം പാപക്ഷമ ലഭിച്ചതിൻ്റെയും പൂർണ്ണമായി യഥാസ്ഥാനപ്പെട്ടതിൻ്റെയും ശേഷം തനിക്ക് ലഭിച്ച അനുഗ്രഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. 51 സങ്കീർത്തനത്തിൻ്റെ 12ഉം 13ഉം വാക്യങ്ങളിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. ദൈവം തൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നാൽ ദൈവത്തിൻ്റെ വഴികളെ അവൻ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കും എന്ന് ദാവീദ് പറയുന്നു. 32 സങ്കീർത്തനത്തിൽ ദാവീദ് ചെയ്യുന്നത് അതാണ്, ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അതുകൊണ്ട് 32 സങ്കീർത്തനം ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനമല്ല, പിന്നെയോ ഇതൊരു ബുദ്ധി ഉപദേശത്തിൻ്റെ സങ്കീർത്തനമാകുന്നു. മനസ്സിലായല്ലോ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 32 സങ്കീർത്തനം നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്യം: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദാവീദ് ഇവിടെ ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. താൻ തൻ്റെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചു എന്നും ദൈവം തന്നെ പൂർണ്ണമായി യഥാസ്ഥാനപ്പെടുത്തി എന്നും അത്ര ദാവീദ് പറയുന്നത്. അവൻ ദൈവത്തിൽ അഭയം കണ്ടെത്തി. അവന് വിടുതലിൻ്റെ ആ ഗാനവും ലഭിച്ചു. ഈ വാക്യത്തിൽ ഭാഗ്യവാൻ എന്ന വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം സന്തോഷവാൻ, അനുഗ്രഹീതൻ എന്നാണ്. 1 സങ്കീർത്തനം പഠിച്ചപ്പോൾ ഈ വാക്ക് നാം മുമ്പ് കണ്ടതാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു പൂർണ്ണനായ മനുഷ്യന് മാത്രം അനുഭവമാക്കുവാൻ കഴിയുന്ന അനുഗ്രഹകരമായ അവസ്ഥയാണ് 1 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനും നിങ്ങളും പൂർണ്ണരല്ല, എന്നാൽ പൂർണ്ണ മനുഷ്യനായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് 1 സങ്കീർത്തനം പറയുന്നത്. നടക്കാത്തവൻ, നിൽക്കാത്തവൻ, ഇരിക്കാത്തവൻ ഭാഗ്യവാൻ. പൂർണ്ണ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിലാണ് അവൻ്റെ സന്തോഷം. ആ ന്യായപ്രമാണം നമ്മെ കുറ്റം വിധിക്കുന്നു.
എന്നാൽ ന്യായപ്രമാണം യേശുക്രിസ്തുവിനെ കുറ്റം വിധിച്ചില്ല. കൽപ്പനകളിലും നിയമങ്ങളിലും കൂടി എഴുതപ്പെട്ട ന്യായപ്രമാണത്തിന് മനുഷ്യന് ഭാഗ്യാവസ്ഥ കൊടുക്കുവാൻ കഴിയുകയില്ല. പൂർണ്ണമായ അനുസരണമാണ് ന്യായപ്രമാണം അവകാശപ്പെടുന്നത്. എന്നാൽ മനുഷ്യനത് സാധ്യമല്ല. അതുകൊണ്ട് ന്യായപ്രമാണം മനുഷ്യനെ ശാപത്തിന് അധീനനാക്കുകയാണ് ചെയ്യുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനനുസരിച്ചാണ് താൻ ജീവിക്കുന്നത് എന്ന് യാതൊരു മനുഷ്യനും പരമാർത്ഥമായി പറയുവാൻ കഴിയുകയില്ല. അതേ സുഹൃത്തെ, ഞാനും നിങ്ങളും പൂർണ്ണരല്ല, തികഞ്ഞവരല്ല. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പൂർണ്ണനായ മനുഷ്യൻ. 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പാപം ക്ഷമിച്ചു കിട്ടിയ ഒരു മനുഷ്യൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പാപികൾക്ക് പകരമായി അവൻ മരിച്ചപ്പോൾ യേശു ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിശുദ്ധനായ ദൈവത്തിന് ഇപ്പോൾ നീതിമാനായ ദൈവവും രക്ഷകനും ആയിരിക്കുവാൻ കഴിയും. അവന് നീതിമാനായിരിക്കാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും നീതീകരിക്കുവാനും കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഈ വിധത്തിൽ ആദാമും ഹൗവായും മുതലുള്ള 1000 പഴയ നിയമവിശ്വാസികൾ സ്ത്രീയുടെ സന്തതിക്കു വേണ്ടി നോക്കിപ്പാർത്തവർ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നിവർത്തിച്ച ആ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് രക്ഷ പ്രാപിച്ചു. തൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയ ഒരു മനുഷ്യൻ്റെ ഭാഗ്യാവസ്ഥയെയും സന്തോഷത്തെയും കുറിച്ചാണ് ദാവീദ് പാടുന്നത്, പറയുന്നത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു: യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ ദൈവം പാപം കണക്കിടുന്നില്ല. ആ പാപം ക്രിസ്തുവിന്മേൽ ഇട്ടിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ എന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തുവിൽ ദൈവം എത്ര മനോഹരമായ കാര്യമാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. തൻ്റെ പാപം മറച്ചു വെക്കുവാൻ ശ്രമിച്ചപ്പോഴത്തെ അനുഭവം ദാവീദ് വിവരിക്കുകയാണ് ചെയ്യുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല. എൻ്റെ പാപത്തെക്കുറിച്ച് ആരും അറിയുന്നില്ല. ഞാനത് വളരെ നല്ലവണ്ണം മറച്ചു വെച്ചിരുന്നു. അതത്രേ ദാവീദ് തന്നോട് തന്നെ പറഞ്ഞത്. എന്നാൽ അവൻ്റെ മനസാക്ഷി അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. വാസ്തവത്തിൽ ഈ വാക്യത്തിൽ പറയുന്നത് അവൻ്റെ അസ്ഥി പോലും അവന് പ്രശ്നമുണ്ടാക്കിയെന്നാണ്. ദാവീദ് ക്ഷീണിച്ച് ബലം ക്ഷയിച്ചവനായി തീർന്നു. അവന് എന്തോ കാര്യമായ രോഗം ബാധിച്ചിരിക്കാമെന്ന് അവൻ്റെ സ്നേഹിതർ ചിന്തിച്ചു കാണും. എന്നാൽ ദാവീദ് ഈ വ്യഥ അനുഭവിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്: രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദൈവമക്കളും പാപം ചെയ്തെന്നിരിക്കും. എന്നാൽ അവർക്ക് പാപത്തെ അവഗണിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം ആണ് ഇവിടെ കാണുന്നത്. താങ്കൾ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനാകുന്നുവെങ്കിൽ താങ്കളുടെ പാപത്തെ അവഗണിച്ചുകൊണ്ട് തൽക്കാലം മുൻപോട്ട് പോകുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവ പൈതലിന് അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൈരാവും പകലും ദാവീദിൻ്റെ മേൽ അതിഭാരമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. 1 കൊരിന്ത്യർ 11:31-32. നാം നമ്മെ തന്നെ വിധിക്കാതിരുന്നാൽ ദൈവം നമ്മെ ന്യായം വിധിക്കും. ദാവീദ് പാപം ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നു എന്ന് നാം കാണുന്നു. എന്നിട്ട് നാഥാൻ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: ദാവീദേ, ഒരു ചെറിയ കഥ നിന്നോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഥ ഇതാണ്: ഒരു പട്ടണത്തിൽ 2 മനുഷ്യർ പാർത്തിരുന്നു. ഒരാൾ ധനവാനും മറ്റവൻ ദരിദ്രനും. ധനവാനായ മനുഷ്യന് ആടുമാടുകൾ വളരെ ഉണ്ടായിരുന്നു.
എന്നാൽ ദരിദ്രന് ഒരു ചെറിയ ആട്ടിൻകുട്ടി അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അവൻ അതിനെ തൻ്റെ മകളെപ്പോലെ വളരെയധികം ലാളിച്ച് വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു യാത്രക്കാരൻ ധനവാനായ മനുഷ്യൻ്റെ വീട്ടിൽ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ചു തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. 2 ശമൂവേൽ 12 അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ദാവീദ് തൻ്റെ പാപം ഏറ്റുപറഞ്ഞു എന്ന് കാണുന്നു. 5-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് എനിക്കും നിങ്ങൾക്കും നല്ല ഉപദേശമാണ്. താങ്കൾ ദൈവത്തോട് കൂട്ടായ്മയില്ലാതെ ഇന്ന് ജീവിക്കുന്നുവെങ്കിൽ മടങ്ങി വരുന്നതിനുള്ള മാർഗം ദൈവം ഈ വാക്യത്തിൽ ദാവീദിലൂടെ പറഞ്ഞു തരുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 6-ാം വാക്യം നോക്കിക്കാട്ടെ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പെരുവെള്ളം കവിഞ്ഞു വരിക എന്ന് ദാവീദ് പറയുമ്പോൾ അവൻ നോഹയുടെ കാലത്തെ ജലപ്രളയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നത്ര ഞാൻ കരുതുന്നത്. ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹ പെട്ടകത്തിലായിരുന്നു. മറ്റുള്ളവരെ നശിപ്പിച്ചതായ ജലപ്രളയം പെട്ടകത്തിനുള്ളിലായിരുന്ന നോഹയെ ഉയർത്തുക മാത്രമാണ് ചെയ്തത്. ന്യായവിധിയുടെ പെരുവെള്ളത്തിന് നോഹയെ എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, വേറൊരു ന്യായവിധി ഭൂമിയിൽ വരുവാൻ പോകുന്നു. എന്നാൽ അത് പെരുവെള്ളം കൊണ്ടുള്ള ന്യായവിധി ആയിരിക്കുകയില്ല, അത് തീ കൊണ്ടുള്ള ന്യായവിധി ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് താങ്കൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? 7-ാം വാക്യം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ദൈവത്തിൻ്റെ കൂട്ടായ്മ താങ്കൾക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണോ? താങ്കൾക്കൊരു മറവിടം ആവശ്യമായിരിക്കുന്നുവോ? അതെ, ദൈവം താങ്കളുടെ മറവിടമായിരിക്കുന്നതാണ്. 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അവൻ ദൃഷ്ടി വെച്ച് താങ്കൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാകുന്നു. അങ്ങനെ നടത്തുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. താങ്കൾ അവനോട് അടുത്തിരിക്കേണ്ടത് ആവശ്യമത്രേ. തുടർന്ന് ദൈവം വളരെ രസകരമായ ഒരു താരതമ്യം, ഒരു സാമ്യപ്പെടുത്തൽ ഇവിടെ നടത്തുന്നു. 9-ാം വാക്യം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദൈവഹിതപ്രകാരം നടക്കാത്ത അനേകം വിശ്വാസികളുണ്ട്. അവർ വളരെ ഉന്നതമായ സ്ഥാനത്താണെങ്കിലും തൻ്റെ പരമാധികാരത്താൽ ദൈവം അവരെ നടത്തുമെന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നുവല്ലോ. ദൈവ ഇഷ്ടപ്രകാരം നയിക്കപ്പെടാത്ത ഒരു വിശ്വാസിയെ ദാവീദ് ബുദ്ധിയില്ലാത്ത കോവർ കഴുതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നുവെന്ന്. ഈ സങ്കീർത്തനം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് നോക്കിക്കേ. 10-11 വാക്യങ്ങൾ. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ആരായിരുന്നാലും എവിടെ പാർക്കുന്ന വ്യക്തിയായിരുന്നാലും യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി അറിയുന്നുവെങ്കിൽ താങ്കൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ താങ്കളുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ കഴിയും. ദാവീദ് തൻ്റെ ജീവിതത്തിൽ കുറ്റബോധത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചത് നാം കണ്ടു കഴിഞ്ഞു. അവൻ്റെ ഭാഗ്യാവസ്ഥ എല്ലാവർക്കും ലഭ്യമാണ്, എല്ലാവർക്കും. നിങ്ങളത് പ്രാപിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറായിക്കാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.